നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഏറ്റവും അധികം കേൾക്കപ്പെടുന്ന ഒരു പദമാണ് അതിഥി പൂജ എന്ന്. വീട്ടിൽ വരുന്ന അതിഥികളെ പൂജിക്കണം എന്നാണ് വ്യവസ്ഥ. പൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പൂജയല്ല. കാല് കഴുകാൻ വെള്ളം കൊടുക്കണം, ചെരുപ്പിട്ടിരുന്നല്ല ഇത് വരിക. അപ്പൊ അതിഥികൾ ഏത് സമയത്തും വരാമെന്നുള്ളതിനാൽ കിണ്ടിയിൽ വെള്ളം അവിടെ പുറത്തു വെക്കണം. അതിഥികൾക്ക് കാല് കഴുകണ്ടേ. ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിഥികൾ ധാരാളം വരുന്നൊരു കാലഘട്ടം. ഇന്ന് എല്ലാ വീട്ടിലും ഒരു ഗസ്റ്റ് റൂം ഉണ്ടാകും. 2 മക്കള്, അച്ഛൻ, അമ്മ, 2 മക്കൾക്ക് 2 മുറി. ഇവർക്ക് താമസിക്കാവുന്ന മുറി, വിശ്രമമുറി, ആഫീസ് മുറി, പിന്നെ ഇത്രയും കഴിഞ്ഞിട്ട് അതിഥികൾ ആരെങ്കിലും വന്നാൽ അവർക്ക് താമസിക്കാനുള്ള അതിഥി മുറി ഇപ്പൊ വീടുകളിൽ ഉണ്ടാകും. ഒരു കാര്യം തീർച്ചയാണ്, വലിയ ബംഗ്ലാവൊക്കെ പണിത് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്ര അതിഥികൾ വന്ന് താമസിച്ചിട്ടുണ്ട്? ഉത്തരമില്ല. മക്കള് അതിഥികളല്ലല്ലോ, അവര് വിദേശത്താ. അല്ല, ആരും വന്ന് താമസിച്ചില്ല. ആ പണിത ദിവസം അടച്ചിട്ടാൽ പിന്നീട് അത് തുറക്കാൻ ആരെങ്കിലും ഒരു അതിഥി വരണ്ടേ. അതിഥി വന്ന് കഷ്ടപ്പെട്ടിട്ട് മുകളിലേക്ക് കയറി നിങ്ങളുടെ അതിഥി മുറിയിൽ വന്നിട്ട് ഇരിക്കുന്ന സിസ്റ്റമൊക്കെ പോയി. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ അത്ര വലിയ VIP ആണെങ്കിൽ അവര് വന്ന ടൗണില് നല്ല സൗകര്യമുള്ള AC റൂമിലാണ് അവര് താമസിക്കുക. നിങ്ങളെ കാണാൻ പറ്റില്ലൊന്നും ഉണ്ടാവില്ല. ഞാൻ അതിഥി മുറി പണിതിട്ടുണ്ട്. 2 ബെഡ്റൂമുള്ള ചെറിയൊരു വീട്. 2 ബെഡ്റൂം മാത്രം, അടുക്കളയുണ്ട്, സിറ്റ് ഔട്ടുണ്ട്. അതിഥികൾ വന്ന് താമസിക്കുന്നത് അത്യപൂർവത്തിൽ അപൂർവം. മുകളിലേക്ക് ഞാൻ പോയിട്ട് അതിഥി മുറി കണ്ടിട്ട് തന്നെ കുറെ കാലമായി. അതിനിടയ്ക്ക് വേറൊരു വീട്ടിൽ പോയപ്പോ അവിടെ വെച്ച് എന്തോ ഒരു പ്രശ്നം വന്നു. കുറച്ച് ശബ്ദമില്ലാത്തടത്ത് ഇരിക്കണം എന്നുള്ളത് വന്നു. പേരക്കുട്ടി TV ഓഫ് ചെയ്യാൻ പരിപാടിയില്ല. ഗൃഹനാഥൻ പറഞ്ഞു, അതിനെന്താ ഗസ്റ്റ് റൂം ഉണ്ടല്ലോ, PR നാഥനും നിങ്ങൾ 2 പേരും കൂടി അവിടെ ഇരുന്നോളൂ എന്ന്. അത് തുറന്നപ്പോ ഉണ്ടായ അനുഭവം അയാളോട് പറയാൻ നിവൃത്തിയില്ല. അയാൾ തന്നെ ഈ ജീവിതം കേൾക്കില്ല എന്നുള്ളത് തീർച്ചയായും പറയാണ്. പണിത ദിവസം അടച്ചിട്ടതാ, പിന്നീട് 5 കൊല്ലമായിട്ട് അത് തുറന്നിട്ടില്ല. പഞ്ചഭൂതങ്ങൾ 5നെയും തടവിലാക്കി വെച്ചിരിക്കുക. പഞ്ചഭൂതങ്ങളെ തടവിലാക്കി വെച്ചതിന്റെ ശിക്ഷ എന്താണെന്ന് എന്റെ തന്നെ വേറൊരു വിഷയമാണ്. എത്ര തെറ്റാ ചെയ്യുന്ന അറിയും. ശ്വാസം മുട്ടി, അന്തരീക്ഷ മലിനീകരണം, ഓക്സിജൻ കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ കൂടെ ഉള്ള ആളോട് ഞാൻ പറഞ്ഞു, നമുക്ക് താഴോട്ട് തന്നെ പോവാം, മുറ്റത്തെ എവിടെയെങ്കിലും ഇരിക്കാം എന്ന് പറഞ്ഞു. ഇതാണ് അതിഥി മുറികളുടെ സ്ഥിതി. അതിഥി മുറി ആൾപ്പാർപ്പില്ലാതെ വരുമ്പോ അത് അടച്ചിടേണ്ടി വരും. പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, വന്ന് അതിഥി കഴിയാൻ കാല് കഴുകാൻ വെള്ളം വെക്കും, നമ്മുടെ ബെഡ്റൂം അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുക്കും. അങ്ങനെയാണ്. എന്റെ വീട്ടില് പട്ടാമ്പിയിലെ കിഴായൂർ ഗ്രാമത്തില് അതിഥികൾ വന്ന
എല്ലാവരും ബാക്കിയുള്ളവർ മുറ്റത്തും വരാന്തയിലൊക്കെ കിടക്കുക. ആ വന്നവര് അടിപൊളിയായിട്ട് നമ്മുടെ മുറിയിൽ കിടക്കും. ഇത് നമുക്കൊരു അസൗകര്യം ഉണ്ടാവരുത്. കുട്ടികളോട് മുറി ഒഴിഞ്ഞു കൊടുക്ക്, വല്യച്ഛൻ താമസിക്കട്ടെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ സമ്മതിക്കൊന്നുമില്ല. അന്നത്തെ സിസ്റ്റം അതായിരുന്നു. ഏറ്റവും നല്ല ആഹാരം അതിഥികൾക്ക്. അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞാൽ അതിഥികൾ ദൈവം തന്നെ ആണ്. ഇപ്പോ നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ ആരും വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അതൊരു ധിക്കാരല്ലേ? നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥികൾ ആരും വരുന്നില്ല എന്ന് പറയാൻ നിങ്ങളാരാ? എന്റെ വീട്ടിൽ ഇന്നലെ ഇന്നാള് വന്നല്ലോ, മിനിങ്ങാതെ ഇന്നാള് വന്നല്ലോ. ഉത്തരം, അതിഥി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? തിഥി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ആ തിഥി നോക്കാതെ വരുന്ന ആളാണ് അതിഥി. മുൻകൂട്ടി കത്തയക്കലില്ല, ഫോൺ ചെയ്യലില്ല. ബുധനാഴ്ച രാവിലെ നിങ്ങളുടെ വീട്ടിൽ വരും, ഞാൻ വ്യാഴാഴ്ചയെ മടങ്ങുള്ളൂ, അങ്ങനെ മുൻകൂട്ടി വിവരം കിട്ടില്ല. തിഥി നോക്കാതെ വരുന്നതാണ്. ഒരു മുൻകൂട്ടി വിവരവും ഇല്ലാതെ ആളുകൾ കാൽനടയായിട്ട് നടന്ന് പോയി. മൂകാംബിക്ക് നടന്നു പോയിരുന്നവരുടെ കഥകൾ ഞാൻ ഇരുന്ന് കേട്ടിട്ടുണ്ട്. പട്ടാമ്പിലൊരു വെളിച്ചപ്പാട്, മംഗലാപുരം വരെ നടന്നിട്ട് ഈ പുഴകളൊക്കെ കടന്ന് മൂകാംബിയിലെത്തിയ കഥകള് ബാലനായ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീട് ആദ്യമൊക്കെ അവിടെ ചെല്ലുമ്പോ തൽക്കാലം അങ്ങോട്ട് വാഹന സൗകര്യമായി എന്നേ ഉള്ളൂ. അങ്ങനെ പോകുമ്പോ നിവൃത്തിയില്ലാതെ എവിടെയെങ്കിലും കയറും. തിഥി നോക്കിയല്ല കയറുന്നത്. അതുകൊണ്ട് അവരെ അതിഥി എന്ന് വിളിച്ചു. ശബരിമലയ്ക്ക് ആകെ പോയിരുന്നത് വളരെ വലിയൊരു ഗ്രാമത്തിൽ നിന്ന് 3 പേര്. ആ 3 പേര് നടന്നിട്ടാ പോവുക. തീർത്ഥസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ നടന്നു പോണം. അതിന് പ്രയോജനമുണ്ട്. നമ്മുടെ പാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കണം. ആ അതിഥികൾക്ക് അന്നം കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് ഉണ്ട്. ഇപ്പോഴും ശബരിമലയ്ക്ക് നടന്നു പോകുന്നവരെയൊക്കെ കാണാം. എന്റെ ബന്ധത്തിൽപ്പെട്ട ഗോപികൃഷ്ണൻ എന്നൊരു ചെറുപ്പക്കാരൻ കൊല്ലം ശബരിമലയ്ക്ക് നടന്നു പോകും. കുണ്ടുപറമ്പിൽ നിന്ന് കോഴിക്കോട് നിന്ന് ശബരിമല പോയി വരുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഞാൻ വിളിച്ചു വരുത്തി ചോദിക്കും. ഓരോ സ്ഥലത്ത് കടന്നത്, കൂടെയുള്ളവര് അസുഖം വന്ന ആസ്പത്രിയിലായിരുന്നു. അവരൊക്കെ പതിവും താമസിക്കുക ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ആണ്. പണ്ട് നടന്നു പോയിരുന്ന വ്യക്തികള് നടന്ന് രാത്രി ക്ഷീണിക്കുമ്പോൾ അവിടെ ഉള്ളവരോട് ചോദിക്കും, ഇവിടെ അടുത്ത് എവിടെങ്കിലും ക്ഷേത്രം ഉണ്ടോ എന്ന് ചോദിക്കും. ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ആശ്വാസമായി. അവർ ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല. ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ സത്യധർമ്മങ്ങൾ ഉണ്ടെന്നാണ് വിചാരം. അതാണ്. അല്ല 3 കിലോമീറ്റർ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകുന്നില്ല. അവരാ ക്ഷേത്രം അവിടെ ഉണ്ടല്ലോ കിടക്കും. ഈ തിഥി നോക്കാതെ വരുന്നവരെ പൂജിക്കണം. മുൻകൂട്ടി ഫോൺ ചെയ്യാത്തൊന്നും ഇപ്പൊ നമ്മൾ ആരും ഇപ്പോഴത്തെ കാലത്ത് അവിടേക്ക് പോകാറില്ല. അപ്പൊ അതിഥി ആകുന്നില്ല. എനിക്കൊരു ശീലമുണ്ട്, എത്ര വേണ്ടപ്പെട്ടാണോ ഞാൻ വിളിച്ചു പറയും. 10 മിനിറ്റ് മുമ്പെങ്കിലും വിളിച്ചു പറയും, ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു വീട്ടിലേക്ക്. അതിൻ്റെ ഒരു കാരണമുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് മുമ്പ് എനിക്കൊരു വിവരം കിട്ടിയ ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാല്
എന്റെ സോഫയൊക്കെ തൂങ്ങുന്ന രീതിയിലേ കിടക്കുകയായിരിക്കും. ഒരാള് വരികയല്ലേ, വരുന്ന സ്ഥിതിക്ക് ആ സോഫയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കും. വല്ലാതെ വൃത്തിയുണ്ട്. ഞാൻ തന്നെ കുപ്പായ ഇടാതെ ഇരിക്കണമെങ്കിൽ അവര് വന്നതിന് ശേഷം ഒരു ഷർട്ട് തരുന്നതിനൊക്കെ മുമ്പേ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇരിക്കും. തിരി നോക്കാതെ വരുന്നവരെ അതിഥികളായിട്ട് കരുതുന്നു. അവര് ദണ്ട് എടുത്ത് അറിവിന്റെ ഏറ്റവും വലിയ ഉദാത്ത രൂപമാണ് ദണ്ട്. അതാണ് നമ്മുടെ സുഷുമ്ന. വലിയ ജ്ഞാനികളായ സന്യാസിമാര് ദണ്ഡുമായിട്ടാണ് വരിക. ഈയിടെ മഹാമണ്ഡലേശ്വരായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടെ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ ദണ്ടുണ്ട്. ഞാൻ ആദ്യം കുറച്ച് നേരത്തേക്ക് മറ്റാളെ കണ്ടില്ല. അപ്പൊ മണ്ഡലേശ്വരായിട്ട് വർത്തമാനം പറഞ്ഞാലും ഇടയ്ക്ക് ഇത് പറഞ്ഞപ്പോ അത് ഞങ്ങളുടെ ഒരു പ്രതീകമാണ് എന്ന് അദ്ദേഹം പറയുണ്ടായി. ഇങ്ങനെ തിരി നോക്കാൻ കഴിയാതെ വരുന്നവരാണ് യഥാർത്ഥത്തിൽ അതിഥികൾ. ആ ദണ്ഡി ആയിട്ട് വരുന്നവരെ ദണ്ഡികൾ എന്ന് വിളിച്ചു. അത് പിന്നീട് തെണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ മോശമായ വാക്കൊന്നല്ല, അതിൽ നിന്ന് ലോപിച്ച് വന്നതാണ് എന്ന് പറയുന്നു. എന്തായിരുന്നാലും ശരി, വീട്ടിൽ വരുന്നത് അതിഥി എന്നുള്ള വാക്കിന്റെ അർത്ഥമൊക്കെ പോയി, ഇപ്പോ ഗസ്റ്റായി മാറി. എന്നിരുന്നാലും അവർക്ക് തിരി നോക്കാൻ കഴിഞ്ഞില്ല. എതിർച്ച വനത്തിൽ ഒറ്റപ്പെട്ടു. അപ്പൊ ഇവിടെ അടുത്ത് എവിടെയാ മനുഷ്യതാമസം നോക്കി. അപ്പൊ നമ്മുടെ വീട്ടിലെ പ്രകാശം കണ്ടു, അവരങ്ങോട്ട് വന്നു. ഇതാണ് അതിഥി. ധന്യമീ ദിനത്തിൽ പല വിഷയങ്ങളും ചിന്തിക്കുന്ന പോലെ ഇന്ന് എവിടുന്നോ അതിഥി എന്നൊരു വാക്ക് കിട്ടിയപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചു എന്നേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് നമസ്കാരം.